കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ ബസ്സിൽ നിന്ന് വിദ്യാർത്ഥിനി വീണ് പരിക്കേറ്റ സംഭവത്തിൽ ബസ് ജീവനക്കാർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. അപകടത്തിനിടയാക്കിയ ബസ് ഇന്നലെ രാത്രിയിൽ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇന്നലെ വൈകുന്നേരമാണ് സ്റ്റോപ്പിൽ ഇറങ്ങുന്നതിനിടെ മുൻപോട്ടെടുത്ത ബസ്സിൽ നിന്നും വിദ്യാർത്ഥിനി റോഡിലേക്ക് തെറിച്ചു വീണത്. നടക്കുന്ന അപകടത്തിന്റെ ദൃശ്യങ്ങളാണ്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് കുട്ടി രക്ഷപ്പെടുന്നത്. വലിയ പരിക്കുകളില്ലാതെ. ഷിനോജ്, എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത് പോലീസ്? പക്ഷേ ഇന്നലെ വൈകിട്ട് 4 മണിക്കാണ് ഇത്തരത്തിൽ ഈ അപകടം ഉണ്ടാകുന്നത്. കാഞ്ഞിരപ്പള്ളി ആനത്തോട്ടത്ത് വെച്ച് ഇത്തരത്തിൽ ആദ്യം ഈ 2-3 കുട്ടികൾ ആ ബസ്സിൽ നിന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങുന്നു. അങ്ങനെ അതിന് പിന്നാലെ ഈ ബസ്സിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു ഈ കുട്ടി എന്ന് പറയുന്നത്. സെന്റ് ഡൊമിനിക് സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. അങ്ങനെ ഇറങ്ങുന്ന സമയത്താണ് ഇത്തരത്തിൽ ഈ ബസ് മുന്നോട്ടെടുക്കുകയും മാത്രമല്ല ഈ കുട്ടി റോഡിലേക്ക് തെറിച്ച് വീഴുന്നുണ്ട്. അവിടെ ഒന്ന് നിർത്താൻ പോലും, എന്താണ് ആ കുട്ടിക്ക് പറ്റിയതെന്ന് സംബന്ധിച്ച് ഒന്ന് അന്വേഷിക്കാൻ പോലും ഈ ബസ് ജീവനക്കാർ തയ്യാറായില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഈ വാർത്തകൾ, ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. തുടർന്ന് ഇന്നലെ രാത്രി തന്നെ കാഞ്ഞിരപ്പള്ളി പോലീസ് ഈ ബസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. നടക്കുന്ന അപകടത്തിന്റെ ദൃശ്യങ്ങളാണ്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് കുട്ടി രക്ഷപ്പെടുന്നത്. വലിയ പരിക്കുകളില്ലാതെ. രാവിലെ ഈ കുട്ടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. അതിന് പിന്നാലെയാണ് ഈ 2 പേർക്കും, ബസ്സിലെ ജീവനക്കാരായിട്ടുള്ള ഡ്രൈവർക്കും അതുപോലെ തന്നെ കണ്ടക്ടർക്കുമെതിരെ കാഞ്ഞിരപ്പള്ളി പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ മോട്ടോർ വാഹന വകുപ്പും ഈ ജീവനക്കാർക്കെതിരെ, ബസ്സിലെ ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. പുന്നപ്രയിലെ സഹകരണ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായ ദേവി കൃഷ്ണ വൈകിട്ട് ഈ സ്വകാര്യ ബസ്സിൽ വീട്ടിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. അപ്പോൾ ഇറങ്ങേണ്ട സ്റ്റോപ്പ് എത്തിയപ്പോൾ ആ കുട്ടി വാഹനം നിർത്താൻ ആവശ്യപ്പെട്ടു. പക്ഷെ അന്നേരം വാഹനം നിർത്തിയില്ല. പിന്നീട് പെൺകുട്ടി വീണ്ടും ഈ വാഹനം നിർത്താൻ ആവശ്യപ്പെട്ടു. അപ്പോൾ തൊട്ടടുത്ത സ്റ്റോപ്പിലേക്ക് ബസ് നിർത്തുകയായിരുന്നു. ഈ പെൺകുട്ടി ഇറങ്ങാൻ ശ്രമിക്കുന്നു. പക്ഷേ ബസ് അവിടെ നിർത്തിയില്ല. പകരം ബസ് ആഞ്ഞു മുന്നോട്ടെടുത്തു. ഈ സമയത്താണ് ഈ പെൺകുട്ടി തെറിച്ചു വീണത് ബസ്സിൽ നിന്ന് എന്നുള്ളതാണ് യാത്രക്കാർ പറയുന്നത്. ഈ പെൺകുട്ടി റോഡിലേക്ക് തെറിച്ചു വീണപ്പോൾ തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ഇലക്ട്രിക് പോസ്റ്റിൽ തലയിടിച്ച് പരിക്ക് പറ്റി. അവിടെ നിന്ന് തന്നെ ബോധം നഷ്ടപ്പെടുകയും ചെയ്തു. ഈ ബസ് ഈ അപകടം നടന്നിട്ടും നിർത്തിയില്ല എന്നുള്ള ആരോപണം കൂടി ഉയരുന്നുണ്ട്. തൊട്ടു പിറകെ വന്ന കാറിലാണ് ഈ പെൺകുട്ടിയെ ആലപ്പുഴയിലെ ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഏതായാലും ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ നിന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി പെൺകുട്ടിയെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്നലെ തന്നെ രക്ഷിതാക്കളടക്കം ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയും ചെയ്തു. ആലപ്പുഴ കഞ്ഞിപ്പാടം റൂട്ടിലോടുന്ന അല്ലമീൻ ബസ്സിലെ ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും ലൈസൻസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കണ്ടക്ടർ സുഭാഷ്, ഒപ്പം ഡ്രൈവർ ജയകുമാർ എന്നിവരുടെ ലൈസൻസുകളാണ് സസ്പെൻഡ് ചെയ്തത്. ഇതിൽ ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്.